കുടിച്ച് അങ്ങനെ ലൈമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അപ്പുറമുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കാ പാത്തൂനെ. എന്തുകൊണ്ട് ഇവള് പായസത്തിന് കഴിഞ്ഞ് അവിടെ നല്ല അടി വെക്കുക. അവിടുത്തെ ആളൊക്കെ വിളിച്ചിട്ട് പായസമൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോഴാണ് കുറച്ചൊന്നും ഒതുങ്ങിയത് കേട്ടോ. ഓളും എൻ്റെ അനിയനും നല്ല അടി, തമ്മിൽ നല്ല അടി. പക്ഷെ എന്താണ് അപ്പം പായസം സംഭവം പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയേനും പായസം. അങ്ങനെ അനിയനൊരു ലൈം കുടിച്ചിട്ടുണ്ടേനു. ലൈമും അടിപൊളിയേനും, പറയാൻ ഉഷാറേനും. ഫുഡും കൂടി കഴിക്കുമ്പോൾ എന്താ ലൈം കുടിക്കണം, അപ്പോൾ ആ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് എൻ്റെ അനിയനും അതേപോലെ ലൈം കുടിച്ച്. പിന്നെ എൻ്റെ ചോറയ്പ് കഴിഞ്ഞിട്ടില്ല എന്ന്. ചോറയ്പും കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ മക്കളൊക്കെ നോക്കണം, മക്കൾക്ക് അതിന് ഉമ്മ തന്നെ വേണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ അടിച്ച് നേരെ വിട്ടിട്ടോ വീട്ടിലേക്ക്. നമ്മൾ നേരെ ഓട്ടോയിലാണ്ട് കയറാൻ പോയത്. എന്താ വെച്ചാൽ നമുക്ക് നേരെ ട്രെയിൻ ഉണ്ട്, പാലക്കാട് നിന്നിട്ട് കോഴിക്കോടേക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ 3:30ക്കാണ് ട്രെയിൻ. അപ്പം നമ്മൾ വേഗം പോവാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ എത്തണമെന്നാണ് നമ്മളൊരു ഇത്. അങ്ങനെ ദുഃഖൻ്റെ മുഖത്തൊക്കെ എന്തോ കളിച്ചേരി. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഇവിടെ എന്താ സംഭവം വെച്ചാൽ ഓള് വീണത് ആരും കണ്ടിട്ടില്ല. കണ്ട് കണ്ടിട്ട് ഓള് കഴിയണേ, അത് വേറെ വിഷയം. അതിന് ഒരുപാട് ചിരിച്ച്. അങ്ങനെ ഓളാണെങ്കിൽ വരുന്നില്ല. ഉമ്മ പറഞ്ഞ് കളിയാക്കണ്ട, പൊക്കോ. അങ്ങനെ ദുഃഖനെ കുറേ നേരം കളിപ്പിച്ച് സെക്കി. ഞാൻ പറയാം എന്തായിരുന്നു കുറേ നേരം കളിപ്പിച്ച്. ട്രെയിൻ വരാൻ ഒരുപാട് ടൈം വിൻഡോ ഉണ്ട് കേട്ടോ. ലേറ്റായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് നല്ല ടൈമായിട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറി. എൻ്റെ മോക്കാണെങ്കിൽ അപ്പം തന്നെ ചായയും പഴംപൊരിയൊക്കെ വേണം. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ട്രെയിനിലുള്ള ഫുഡ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് ഇവള് ചെറുതായതുകൊണ്ട് ഇവൾക്ക് മനസ്സിലാവില്ല. ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഫുഡും ചായ ഒന്നും കുടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ. ഇവളല്ല തിന്നലാണ്. ഞാൻ പറഞ്ഞാൽ തിന്നതൊന്നും എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ കാണിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് തരില്ല എന്നാണ് അവള് പറയണേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫറൂഖ് ഇറങ്ങിയ പടത്തിന് അവിടെ ഒരു ഹോട്ടലുണ്ട്. പഠിച്ചോനെ അവൾക്ക് ഷവർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് നല്ല അടിവെക്കല്. അങ്ങനെ അവിടുന്ന് ഷവർമ്മ വാങ്ങിക്കൊടുത്തിട്ടാണ് ഒന്ന് ഒതുങ്ങിയത്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.